ഹലോ ഹായ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റൈമൻ സ്റ്റിർ ഫ്രൈ നൂഡിൽസ് ആണ്. ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ നൂഡിൽസ് വളരെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നൂഡിൽസിന് വേണ്ടി സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ സോയ് സോസ്, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, വിനെഗർ 2 ടേബിൾ സ്പൂൺ, വൈറ്റ് വിനെഗർ ആണ് എടുത്തത്. അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് പൊടിച്ചത്, അത് 1 ടേബിൾ സ്പൂൺ ഇവിടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ബ്രൗൺ ഷുഗർ 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ചില്ലി ഫ്ലേക്സും പെപ്പറും 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാൻ വെച്ച് സ്റ്റവ് ഓണാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നൂഡിൽസ് ഞാൻ 2 എണ്ണമാണ് എടുക്കുന്നത്, അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി നമുക്ക് നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനും സോഫ്റ്റ് ആയിട്ട് വരാനും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇത് സോക്ക് ചെയ്തെടുക്കണം. വീണ്ടും അതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പാൻ വെച്ച് സ്റ്റവ് ഓണാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതോ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, ബീൻസ് അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. യെല്ലോ കളർ അല്ലെങ്കിൽ ഓറഞ്ച്, റെഡ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കാബേജ് അരിഞ്ഞ് വെച്ചതുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി മാറ്റി വെച്ച നൂഡിൽസ് നമുക്കതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നന്നായിട്ട് അതിൽ പിടിച്ച് വരണം. അതുവരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സോസ് ഒഴിച്ചത് നൂഡിൽസിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്ന വരെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. സോസും വെജിറ്റബിൾസൊക്കെ നൂഡിൽസിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒനിയൻ റിങ്ങാണ് എടുത്തത്. മല്ലിയിലയും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചൂടോട് കൂടി തന്നെ ഈ നൂഡിൽസ് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഒനിയൻ റിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ റൈമൻ സ്റ്റിർ ഫ്രൈ നൂഡിൽസ് ഇപ്പോൾ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.